എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. കേരള തനിമയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് ഔസേപ്പച്ചൻ സാറിന്റെ വീട്ടിലാണ്. അപ്പൊ ഈ വീട്ടിലെ വിശേഷങ്ങളും സാറിന്റെ വിശേഷങ്ങളും നമുക്ക് അറിഞ്ഞാലോ? സാർ നമസ്കാരം. ഈ ഡിവോഷൻ, ഭക്തി മാർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് സംഗീതമാണ്. അവിടെ ഇറങ്ങിയപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എവിടുന്നായിരുന്നു? അത് ഞാൻ ആ കോൺഫിഡൻസ് അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഗാധമായ പ്രണയമാണ്. പ്രണയഗാനം പാടുവാനായി പ്രമദവനത്തിൽ വന്നു നീ. ഞാൻ അന്ന് രാത്രി ആരും അറിയാതെ എൻ്റെ അമ്മോട് മാത്രം പറഞ്ഞിട്ട് നാട് വിട്ടുപോയതാണ് മദ്രാസിലേക്ക്. നേരെ ദേവരാജൻ മാഷടുത്ത് ഒട്ടും പ്രൊഫഷണൽ അല്ല, പക്ഷെ പ്രൊഫഷണലിനേക്കാൾ നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടരാണ്. നെഞ്ചിലാളും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും മലയാളി മനസ്സുകളിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ എല്ലാവരുടെ സ്വന്തം ലെജൻഡായ ഔസേപ്പച്ചൻ സാറിനോടൊപ്പമാണ് ഞാൻ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് അല്ലേ? അതെ അതെ, എന്റെ സ്റ്റുഡിയോ, വർക്കിംഗ് സ്റ്റുഡിയോ. സാറേ സന്തോഷമായിട്ടിരിക്കുന്നോ? നമ്മൾക്ക് എപ്പോഴും നമ്മൾ സന്തോഷവാനാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഗീതപരമായിട്ട് ഒരു പ്രവൃത്തി, ഒരു ക്രിയേറ്റീവ് ജോബ് എൻ്റെ തലയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ പരം ഈ ജീവിതത്തിൽ വേറെ എനിക്കൊരു എന്താണ് ലോട്ടറി അടിച്ചതിനേക്കാളൊക്കെ സന്തോഷം എപ്പോഴും ക്രിയേറ്റീവായിട്ട് അതും സംഗീതത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. സാറേ ഇനി നമുക്ക് സെമിനാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി, എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. സാറേ സെമിനാറിലോട്ട് വരുന്ന സമയത്ത് ഒരു വൈദികനാകാനായിരുന്നോ അതൊരു സംഗീതജ്ഞനാകാനായിരുന്നോ? അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ ഈ ഡിവോഷൻ, ഭക്തി മാർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് സംഗീതമാണ്. ഞാൻ ചർച്ചില് ഒല്ലൂര് എൻ്റെ പള്ളിയില് ഈ ചർച്ച് കൊയറിലൊക്കെ പാട്ടുപാടി അന്ന് എൻ്റെ സംഗീതം ഞാൻ പഠിക്കുന്നതും പാടുന്നതും എല്ലാം ഈ ഭക്തിഗാനങ്ങളാണ്. അതിനുള്ള ചാൻസുള്ള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചുകാലം മുതൽ പള്ളിയിലാണല്ലോ ഇതിന്റെ ചാൻസ്. പള്ളിയിലെ കൊയറിൽ നിന്നായിരുന്നു തുടക്കം. കൊയറിലാണ് ഞാൻ പാട്ടൊക്കെ പാടിയിരുന്നത്. പിന്നെ വേറെ തനിച്ച് സ്കൂളിൽ കോമ്പറ്റീഷൻ അല്ല, സ്കൂളിലും എൻ്റെ ചെറിയ വയസ്സിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് സ്റ്റേജിൽ നിന്ന് പാടുന്നത് ഒരു ചെറിയ ട്രൗസറും ഇട്ടിട്ട് ഒരു കളി ഷർട്ട് ഇട്ടിട്ട് പാടുന്ന ഒരു ഓർമ്മ, അവ്യക്തമായ ഓർമ്മയുണ്ട്. അന്ന് മുതലേ ഞാൻ പാട്ട് പാടുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രണയഗാനം പാടുവാനായി പ്രമദവനത്തിൽ വന്നു നീ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ആ പാട്ടും എനിക്ക് ഇത്ര ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ട്. 2ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന 2ലും ഞാൻ തോന്നുന്നുണ്ട്. അത് മുഴുവനാക്കാനൊന്നും പറ്റിയില്ല, മറന്നുപോയി വരികൾ. അത് എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് പാടുന്നു. എന്നിട്ട് ഓർത്തിരിക്കുന്നില്ല സാറേ? അല്ല, ഈ പാട്ട് നല്ല പാട്ടായതുകൊണ്ട് നമ്മളിൽ നിന്ന് പോയില്ലേ അത്. അപ്പോൾ അങ്ങനെ പിന്നീട് എൻ്റെ ഈ സംഗീതമൊക്കെ ഞാൻ ഈ പാട്ടുകൾ പള്ളിയിൽ കൊയറിൽ പാട്ടുകൾ പാടുന്നു. അപ്പം ഞാൻ ഈ പാട്ടിൽ ഞാൻ പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഫീല് കൊടുത്ത് പാടാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ പാടാൻ പറ്റൂല. അപ്പം അങ്ങനെ പാടുന്ന ഇതിൽ ഈ ഭക്തി ഒരു ഫീലാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ സംഗീതത്തില് ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഭക്തിയാണ്. അതിപ്പോ ഏത് ഭക്തിയായാലും ശരി കേട്ടോ, ഭക്തി സംഗീതത്തിനോടും ആകാം. പക്ഷെ എൻ്റെ ഭക്തി അതിലൂടെ അപ്പൊ ആ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. അങ്ങനെ ദൈവത്തിലേക്ക് ഈ പാട്ടിലൂടെ അടുത്തു, ഈ സംഗീതത്തിലൂടെ അടുത്തിട്ടുണ്ട്. അപ്പോ അന്ന് എൻ്റെ SSLC കഴിയുന്ന നേരത്ത് നാച്ചുറലി വൊക്കേഷൻ, ദൈവവിളി എന്ന് പറയും, അത് എനിക്ക് യഥാർത്ഥമായിട്ടും ഉണ്ടായി. ദൈവവിളി ഉണ്ടായി. ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നേരിട്ട് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ആ ചിന്ത വന്നു. അത് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടില് ഫാദറിനൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ഒരു പയ്യൻ അച്ഛനാകുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം കൊടുക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് സ്വന്തം. അപ്പൊ അങ്ങനെ അത് പുള്ളിയുടെ ഒരു എന്താ പറയാ വലിയൊരു സ്വപ്നമായിരുന്നു അത്. പക്ഷെ എനിക്കത് ശരിക്കും
ഞാൻ വളരെ ആത്മാർത്ഥയോട് കൂടി ഏറ്റെടുത്തു. എല്ലാം ആത്മാർത്ഥത. പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ സംഗീതം എന്നെ ഇതിലൊക്കെ അകമ്പടി സേവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ സെമിനാരിൽ പോകുന്നു. അവിടെയും ഞാൻ ഈ പള്ളിയിൽ പാട്ട് പാടി വന്നത് കൊണ്ട് അവിടെയുള്ള കൂടെയുള്ളവരും അവിടുത്തെ അച്ഛന്മാരും എന്നെ അവിടെയും പാട്ടിൽ കൊയറിലൊക്കെ മുഖ്യത്വം എനിക്ക് ഒരു നൽകി. മുഖ്യധാരകനായി ആ മാറ്റി. പറ്റും. എൻ്റെ കൂടെ വയലിൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ കുറേശ്ശെ വായിക്കുമായിരുന്നു. വീട്ടിലൊരു വയലിൻ ഉണ്ടായിരുന്നു എൻ്റെ ബ്രദറിന്റെ. നമുക്ക് ഈ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒന്നിനോടും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രതിപത്തി പാടില്ല. എല്ലാം നമ്മൾ ഈക്വൽ ആയിട്ട് കാണണം. കലയായാലും സ്പോർട്സ് ആയാലും സംഗീത പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും മാത്രമേ മുഖ്യത്വം. ബാക്കിയെല്ലാം ഈക്വലി. പഠിപ്പാണെങ്കിലും എല്ലാം. പക്ഷെ ഇവിടെ എനിക്ക് പഠിപ്പ് ഇമ്പോർട്ടൻ്റ് അല്ല, സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് അല്ല, റിക്രിയേഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. ആ സമയത്തൊക്കെ ഞാൻ ഈ വയലിൻ കെട്ടിപ്പിടിച്ചിരുന്നു. വയലിൻ തന്നെ വായിക്കും. ഞാൻ എൻ്റെ സമയമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനോട് അമിതമായ ഒരു പ്രണയം എനിക്കുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി. മറ്റുള്ളവർക്ക് മനസ്സിലായാൽ അവർ വിട്ടു. പക്ഷേ ഇതിൻ്റെ റെക്ടറച്ചനുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലായി മറ്റൊരു കാര്യം. ഇവന് ഇതിനോട് അമിതമായ പ്രണയം ഉണ്ടെങ്കിൽ ഇവൻ വന്ന വഴി ഇവനെ വിളിച്ചിരിക്കുന്നത് അച്ഛനാവാനല്ല, ഇവനെ സംഗീതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് മോൻ ഈ സ്ഥലം വിട്ട് പോയിക്കോ. അപ്പൊ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ അവർക്കൊക്കെ ഒരു അതിനോട് ഒരു എന്താ പറയാ, ഒരു എൻ്റെ പ്രത്യേകിച്ച് ഫാദറിന് എന്നോട് ഭയങ്കര വിഷമമായിരുന്നു. ആ തുടക്കകാലത്ത് കുറച്ചു കാലം എന്നോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അത്ര ആഗ്രഹിച്ചാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് ഇവിടുന്ന് പോകണമെന്നില്ല. ഞാൻ റെക്ടറിനോട് പറഞ്ഞു വൈ നോട്ട്, മ്യൂസിക് ഈസ് ദർ. അപ്പൊ ഞാൻ അന്ന് ബാക്കി കാര്യങ്ങളിലും ഈ ഡിവോഷൻ ഭക്തി കാര്യങ്ങളിലൊന്നും ഒട്ടും കുറവും വരുത്തുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ, അതായത് സ്പോർട്സ്, കളികൾ, പഠനം, ഇതിലെല്ലാത്തിലും ഞാൻ ആ സമയം മുഴുവൻ ഇതിന് വിനിയോഗിക്കുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ട് അച്ഛനും മനസ്സിലായി അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ വിളി ഇതാണ്, ഈ സംഗീതമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ കൺവിൻസ് ചെയ്തു. എൻ്റെ തന്നെ ഫാദറിനെയും വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് ഞാൻ പുറത്തേക്ക് പോയി. അതാണ് അതുണ്ടായത്. അവിടെ ഇറങ്ങിയപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എവിടുന്നായിരുന്നു? ഞാനാകും. അത് ഞാൻ ആ കോൺഫിഡൻസ് അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഗാധമായ പ്രണയമാണ്. സംഗീതം, പ്രത്യേകിച്ച് സംഗീതം എന്നുള്ളത് എനിക്ക് പാഷനായിരുന്നു. അതിന് ഏറ്റവും ഭാഗ്യം കിട്ടിയത് ഇതേപോലെ പാഷനായിട്ടുള്ള ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, വോയിസ് ഓഫ് തൃശ്ശൂർ, തൃശ്ശൂർ. അതിലോട്ട് എത്തപ്പെടുന്നത് എങ്ങനെയാ? അത് സെമിനാരിയിൽ ഞാൻ പഠിച്ച് ആ സമയത്ത്, ഈ ഞാൻ സെമിനാരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിൽ വയലിനുണ്ട്. ഞാൻ ഈ വെക്കേഷനിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ വയലിനും പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ലൂർദ് പള്ളിയുടെ മുമ്പിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, മിഷൻ ആസ്പത്രിയുടെ അവിടുന്ന് ബസ് കയറും. അവിടുന്ന് ബസ് കയറിയിട്ട് ടൗണിൽ പോയിട്ട് ടൗണിൽ നിന്ന് ഒല്ലൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം അതിന് ആ നടത്തത്തിനിടയ്ക്ക് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ആ നടത്തത്തിനിടയ്ക്ക് ഞാൻ അന്ന് വോയിസ് ഓഫ് ട്രിച്ചർ എന്നൊരു ക്ലബ്ബ് അതിനു മുമ്പ് 2-3 കൊല്ലം മുമ്പേ സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ ഒരു അമച്വേഴ്സ് ക്ലബ്ബാണ്. ആ ക്ലബിലേക്ക് ആറ്റ്ലി എന്ന് പറഞ്ഞ ഒരു ഗിറ്റാറിസ്റ്റ് റോഡിലൂടെ ഒരു മാൻലിനും പിടിച്ചിട്ട് സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി വരുമ്പോൾ വളരെ വിരളമായിട്ട് അന്ന് വയലിനൊക്കെ കൈപ്പിടിച്ച ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകുന്നു. അങ്ങനെ ഇന്നത്തെ പോലെ എന്തെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഗിറ്റാറും വയലിനും എല്ലാം ഉണ്ട്. അന്നില്ല. ഞാൻ വയലിൻ കൈപ്പിടിച്ച് പോകുന്നു, വെള്ളയും വെള്ള ഡ്രസ്സ്, സെമിനാരിയിൽ നിന്ന് പോകുന്നതാണ്. അപ്പം അദ്ദേഹം എന്നെ കണ്ടിട്ട് അവിടെ നിർത്തി. നീ എവിടേക്കാ? ഞാൻ പറഞ്ഞു വീട്ടിലേക്ക്. ഇന്ന് വയലിനുണ്ടല്ലോ. അതെ വയലിനുണ്ട്. വയലിൻ വായിക്കുമോ? വായിക്കും. ഒരു കാര്യം ചെയ്യ്, വണ്ടിയിൽ കയറി, ഞാൻ നമ്മുടെ ക്ലബ്ബിൽ കയറ്റാം, ക്ലബ്ബിൽ കയറിയിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നാണ് ആ ആദ്യ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. പുള്ളിയുടെ കൂടെ ചെല്ലുന്നു, നേരെ വോയിസ് ഓഫ് തൃശ്ശൂർ, അരിയങ്ങാടിയിൽ തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂരിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്, റിഹേഴ്സൽ നടക്കുകയാണ്. ആഹൂജ പഴയ മൈക്കൊക്കെ വെച്ചിട്ട്. അപ്പം അതിൽ ഇത് കേട്ടോണ്ടാണ് കയറി ചെല്ലുന്നത്. മറ്റേ ഇത് പാട്ടാണ്, സന്ധ്യമയങ്ങും നേരം തൃശ്ശൂർ മണിയാണ് പാടുന്നത്. അതിൽ വയലിനൊക്കെ വായിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ നിന്ന് കാണില്ല, ഇവിടെ ഇത് കേൾക്കുള്ളൂ. കേട്ടുകൊണ്ട് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ രോമാഞ്ചൊക്കെ ആയിട്ട് ഏതോ ഒരു ലോകത്തേക്ക് എനിക്ക് അതാണ്, വേറൊന്നുമില്ല. അതുകൊണ്ട് എന്താവും നമ്മുടെ ഭാവി അതൊന്നും ചിന്തിച്ചിട്ടല്ല, അത് കേൾക്കാനുള്ള സുഖം. കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഇടനാഴിയിലൂടെ കയറി ചെന്ന് മുകളിൽ ഒരു ചെറിയ വരാൻ്റെ അല്ല, ഒരു ചെറിയ തിണ്ണയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പാസേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ലെഫ്റ്റിലേക്ക് ഈ ഒരു ചെറിയ മുറിയിൽ കയറുന്നത്, 3-ാം നിലയിലാണ്. അപ്പൊ ആ പാസേജിൽ പുറത്തേക്ക് വല്ല കാറ്റൂതിയ വീഴാവുന്ന ഒരു കണ്ടീഷനിലാണ് അവിടെ. വേറെ കൈപ്പിടിയൊന്നുമില്ല. അതുപോലത്തെ ഒരാളിരുന്നിട്ട് അയാളും മതിമറന്ന് ഗിറ്റാർ വായിക്കുക, സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ട്. റെഡ് കളറിൽ ഗിറ്റാർ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഗിറ്റാർ കാണുന്ന അന്നാണ്. അപ്പൊ അതിങ്ങനെ കേട്ട് അതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടു ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു 3 വയലിനിസ്റ്റുമാരിരിക്കും. അതിലൊരാൾ ജോൺസനാണ്.
ജോൺസൺ മാഷ്. നിങ്ങളുടെ ജോൺസൺ മാഷ് ആ. വയലിൻ വായിക്കുന്നു, ചെറിയ കൊച്ചു പയ്യൻ, ഉം. ഞാൻ അതിനേക്കാൾ ചെറുതാണ്. അങ്ങനെ അതിൻ്റെ ശബ്ദവും ഇതൊക്കെ കേട്ട് ഉള്ളിൽ ഒരു അരമണിക്കൂർ നേരം അവിടെ പാട്ടൊക്കെ റിഹേഴ്സൽ ചെയ്തു. എല്ലാവരെയും ഈ പറഞ്ഞ ആറ്റ്ലി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ എനിക്ക് 1.5 കൊല്ലമായി മരിച്ചിട്ട്, ആ. എല്ലാവരെയും പരിചയപ്പെടുത്തി. ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആറ്റ്ലി പിന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇടയ്ക്കേ വെക്കേഷനൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോളൂ, വയലിനായിട്ട് വന്നോളൂ. അന്നൊന്നും ആൾക്കാരെ കിട്ടാനില്ല വയലിന്. എല്ലാവരും ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ മ്യൂസീഷ്യനെ കണ്ടാലും ക്യാൻവാസ് ചെയ്യും ഈ ക്ലബിലേക്ക്. അങ്ങനെ അതിനുള്ളിലാണ് സെമിനാരിയിൽ നിന്ന് പോകുന്നത്. ഓക്കെ. വീട്ടിലേക്ക് വന്നാൽ അന്ന് തന്നെ ഈവനിങ്ങില് ഫാദർ അപ്പോൾ എറണാകുളത്ത് ജോലിയാണ്, ഫാദർ ഇല്ല. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഫാദർ ഇല്ല. അന്ന് തന്നെ അമ്മയോട് സൂത്രത്തിൽ പറഞ്ഞിട്ട് ബസ് കൂലിയും വാങ്ങിച്ചിട്ട് നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറുകയാണ്. വന്നന്ന് തന്നെ ക്ലബില്. ക്ലബിലല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയുടെ നിന്ന് ബസ് കാശ് 10 പൈസയോ 5 പൈസ 20 പൈസ അത് മേടിച്ചിട്ട് ഞാൻ ഈ വയലിനും പിടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാൻ വയലിൻ എപ്പോഴും കയ്യിലുണ്ട്. അതപ്പോ അതിന് പോവാണ്. പുറത്ത് പോകുമ്പോ വയലിൻ കൊണ്ട് പോവുകയാണ്. വല്ല വെറുതെ ഇരിക്കുമ്പോ വയലിൻ കൈ പിടിക്കല്ല. അങ്ങനെ നേരെ പോകുന്നത് ക്ലബിലേക്കാണ്. ക്ലബിൽ പോകുന്നു, വയലിനൊക്കെ വെച്ചിട്ട് അവരുടെ കൂടെ പ്രാക്ടീസിനൊക്കെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയാവുന്നത് കുറച്ച് അവരുടെ കൂടെ കൂടുന്നു. ആ ബന്ധം തുടർന്ന് ഞാൻ വോയിസ് ഓഫ് ട്രൂത്തിലെ ഒരു മെമ്പറായി, ആക്റ്റീവ് മെമ്പറായി. അതായത് ആ ക്ലബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇത് പൈസക്ക് വേണ്ടിയിട്ടല്ല സാർ. ഈ പൈസക്ക് വേണ്ടി അല്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ നിന്ന് സാറിന് വലിയൊരു വിളി ഉണ്ടായെന്ന് അറിഞ്ഞു നിങ്ങളുടെ ടീമിന് തന്നെ. കഥയൊന്ന് പങ്കുവെക്കാം. ഇതൊക്കെ ഞാനിപ്പോ ഈ പറയുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ചെറിയൊരു ഭാവ എക്സ്പ്രഷന് വ്യത്യാസമുള്ള കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ദേവരാജൻ മാഷ്ക്ക് അന്ന് കുറച്ച് പ്രോഗ്രാംസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. മാഷ് തുടങ്ങുകയാണ്. മാഷ്ക്ക് ഒരു ഓർക്കസ്ട്ര വേണം. അപ്പൊ ജയേട്ടനാണ് പറഞ്ഞത്, അതേ തൃശ്ശൂർ ഒരു വോയിസ് ഓഫ് തൃശ്ശൂർ എന്നൊരു ടീമുണ്ട്. അപ്പൊ മാഷ സ്വഭാവം, മാഷ് ഭയങ്കര സ്ട്രിക്റ്റും ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. മാഷോട് പറഞ്ഞു, അവരെ ഒട്ടും പ്രൊഫഷണൽ അല്ല, പക്ഷെ പ്രൊഫഷണലിനേക്കാൾ നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടരാണ് സംഗീതത്തിന് വേണ്ടിയിട്ട്. മാഷൊന്ന് പരിചയിച്ചു നോക്കുന്നു, ഒന്ന് പരീക്ഷ ചെയ്ത് നോക്കുന്നു. അങ്ങനെ മാഷിന്റെ ഒരു പരിപാടി മാതിരി അമ്മ പരിപാടിക്ക് അതോടൊപ്പം പറയുകയും ചെയ്തു വേതനം മേടിക്കാത്തവരും പറഞ്ഞില്ലേ? അല്ല, അത് പറഞ്ഞല്ലോ. ഒട്ടും പ്രൊഫഷണൽസ് അല്ല, മീൻസ് പ്രൊഫഷണൽ അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വേതനം വരും. അങ്ങനെ ഇത് മാഷ്ക്ക് അറിയാം. എന്നാലും വായിക്കുന്നത് ശരിയാവോന്ന് അറിയണ്ടേ. മാഷ് വരുന്നു, മാഷിന്റെ പാട്ടുകൾ ഒരു 30 പാട്ടുകൾ ഞങ്ങൾക്ക് ആദ്യമേ പറയുന്നു, ലിസ്റ്റ് അയച്ചു തരുന്നു. ഞങ്ങൾ അത് വെച്ചിട്ട് നൊട്ടേഷനൊക്കെ, ജോൺസനാണ് നേതൃത്വം അന്ന്, ക്ലബിന്റെ മ്യൂസിക്കൽ ഡയറക്ടർ എന്ന് പറയാം, മ്യൂസിക് ഡയറക്ടർ ക്ലബിലെ. നൊട്ടേഷനൊക്കെ എഴുതി എല്ലാവരും സെറ്റായി. അപ്പം എല്ലാവരും 7 മണിക്ക് റിഹേഴ്സൽ കാലത്ത്, രാവിലെ 6:30 6:45 എല്ലാവരും അവിടെ ഉണ്ട്. കാരണം ദേവരാജൻ മാഷെ കാണാനുള്ളൊരു ഭയങ്കര ആകാംക്ഷയാണിത്. ദേവരാജൻ എന്നല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് മറ്റുള്ളവരും ഉണ്ട്. ദേവരാജൻ മാഷ പാട്ടുകൾ അധികം നമ്മൾ വായിക്കുന്നത്. ഈ മാഷ കാണാനുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് എല്ലാവരും നേരത്തെ വന്നു. അങ്ങനെ മാഷ് 7 മണിയായപ്പോൾ കറക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പങ്ക്ച്വാലിറ്റി. കറക്റ്റ് മാഷ് വന്നിറങ്ങുന്നു. എല്ലാവരോടും ചിരിച്ച മുഖം, വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാർന്നവരുടെ രൂപത്തിലാണ്. എല്ലാവരോടും ഹലോ ഒക്കെ പറഞ്ഞ് തുടങ്ങി, റിഹേഴ്സൽ തുടങ്ങി. ഓരോ പാട്ട് കഴിയുമ്പോഴും മാഷിന്റെ മുഖം, മാഷ് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അതിലൂടെ ലയിക്കുന്നുണ്ട്. ലയിക്കല്ല, മാഷ് ഇങ്ങനെ ആശ്ചര്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പ്രൊഫഷണലല്ല എന്ന് പറഞ്ഞു. കാശ് മേടിക്കാണ്ട് വായിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു എന്താ പറയാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയിങ്ങും ഉണ്ടാവും എന്ന് മാഷ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാശ് ലാഭം ഉണ്ടെങ്കിലും ഒപ്പം അത് നന്നാവണമല്ലോ. അപ്പൊ അത് ഇങ്ങനെ മാഷ് ഇങ്ങനെ മാഷിന്റെ ഒരു അപ്രീസിയേഷനിലോട് കൂടിയിട്ടുള്ള തലയാട്ടലുകൾ ഇപ്പോഴും. ഇതൊക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് പാട്ടുകളൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ട് മാഷ് ഭയങ്കര ഇഷ്ടമായി. മാഷ് അന്ന് പറഞ്ഞു, എനിക്ക് ഇവിടെ കുറേ ഗാനമേളകൾ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ലഡു പൊട്ടി. അതൊരു അംഗീകാരമാണ്. അന്ന് ആരംഭിച്ചു. പക്ഷേ അന്ന് തുടങ്ങിയത് മാഷ് അങ്ങനെ. അപ്പം ഞാനൊക്കെ വയലിന് ഈ പ്രാന്താണ്. ഞാൻ അന്നും ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ചെറിയ പ്രാന്തൊന്നും അല്ല. അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മണിക്കൂർ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാൻ. 16 മണിക്കൂർ. അപ്പോൾ
അത് അന്ന് അത്രയ്ക്കും ഇല്ല, അന്ന് അതിനുള്ള സമയമില്ല. നമുക്ക് വീട്ടിൽ കോളേജിൽ പോകണം, പഠിക്കണം, ഇതൊക്കെ ഉണ്ട്. എന്നാലും വീട്ടിൽ 12 മണി വരെ വന്നിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുറിയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. ആർക്കും അതിന് എതിർപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഫാദർ ആ സമയത്ത് ഇല്ല. ഫാദർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എതിർപ്പ് കാണിച്ചേനെ. പ്രത്യേകിച്ച് ഞാൻ മറ്റേത് വിട്ടുപോകുന്ന അത് മനസ്സിലുണ്ടല്ലോ, അത് മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ, വന്നിട്ട് ഇത് വയലിൻ വായിക്കുന്നത്. അങ്ങനെ മാഷ് ഇത് പറഞ്ഞു. മാഷ് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നിരുന്നു ഞങ്ങളുടെ ഇതിനോടുള്ള പാഷൻ. ഞാൻ പഠിക്കുകയാണെന്നറിയാം, ജോൺസൺ പഠിക്കുകയാണെന്നറിയാം. ജോൺസണോടും എന്നോടും ബാക്കി ഉള്ളവരോടൊക്കെ മാഷ് ജനറലി ഞങ്ങളെ വയലിൻ സെക്ഷൻ വിളിച്ചിട്ട് പറഞ്ഞു, അതേ നിങ്ങൾ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ബാങ്കിൽ ജോലി, അന്ന് ബാങ്കിൽ ജോലിയാണ് മെയിൻ. അതിൻ്റെ അപ്പുറത്തേക്കേ ഉള്ളൂ. ബാങ്കിൽ ജോലി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ജീവിതം സെറ്റിൽഡായി, കല്യാണം കഴിക്കുക, ജീവിതം പിന്നെ മരിക്കുന്നവരെ. അന്നും ബാങ്ക് ജോലി എന്ന് പറഞ്ഞാൽ സെറ്റിൽഡാ, മരണം വരെ സെറ്റിൽ, പെൻഷൻ അടക്കം. അപ്പോ അതാണ് നമ്മുടെ പാരൻസും എല്ലാവരും ആഗ്രഹിക്കുന്ന. അതാണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ്, ബാങ്കാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുദ്യോഗങ്ങൾക്കുള്ളൂ. അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പഠിപ്പ് കഴിഞ്ഞ് വയലിൻ മറ്റേ ബാങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ എടുത്ത് അടച്ചു പൂട്ടി പിന്നെ ഗുമസ്തനായിട്ട്, ഈ വാക്ക് വിചാരിച്ചു, നിങ്ങൾ ഗുമസ്തന്മാരാവും. അപ്പം മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മദ്രാസിലേക്ക് വന്നാൽ ഈ ബാങ്ക് ജോലിയേക്കാൾ ഒരു 5 ഇരട്ടി ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് തുല്യമാണ്. അവിടെ ഒരു ഇൻഡസ്ട്രിയാണത്. ഇവിടെ പോലെ ഗാനമേള പോലെയല്ല, ഡെയിലി റെക്കോർഡിങ്, ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അത് തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ ആക്കുകയും ചെയ്യാം. അതായത് ബാങ്ക് ജോലിയേക്കാൾ ഒരു 5 ഇരട്ടി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമുക്ക് ബാങ്ക് ജോലി? പിന്നെ ജോലിയുടെ ആവശ്യമില്ലല്ലോ. നമ്മളുടെ സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട സംഗീതം തന്നെയാണ്. അങ്ങനെ വിളിക്കുന്നു. മാഷ് ജോൺസണോട് നേരിട്ട്, ജോൺസന്റെ ഫാമിലിയിൽ ഫാദറിനോട് പറഞ്ഞു, ജോൺസനെ ഞാൻ മദ്രാസിലേക്ക് കൊണ്ടുപോവാണ്, വിരോധമുണ്ടോ? അവൻ നല്ലൊരു ജീവിതം ഭാവിയുണ്ട് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാഷ് ജോൺസനെ മാഷിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ കൊണ്ടുപോകുന്നു. പുറകിൽ എന്നെയും വിളിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വെറുതെ ഭാവി നശിപ്പിക്കരുത്, അവിടെ വരട്ടെ നിങ്ങളുടെ സംഗീതം. ഞാൻ അന്ന് രാത്രി ആരും അറിയാതെ എൻ്റെ അമ്മോട് മാത്രം പറഞ്ഞിട്ട് നാട് വിട്ടുപോയതാണ് മദ്രാസിലേക്ക്. നേരെ ദേവരാജൻ മാഷ അടുത്ത് ചെല്ലുന്നു. അവിടുന്ന് പിന്നെ അവിടെ നിന്നാണ്. അവിടെ നിന്നുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അവിടുന്ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, ദേവരാജൻ മാഷിന്റെ കൂടെ. അതായത് മാഷ അന്ന് വലിയ നല്ലൊരു കാര്യം ചെയ്തത് എല്ലാവർക്കും വന്ന, ഞാൻ ആ മാഷ കണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഒരുപാട് പറഞ്ഞാണ്. അതെന്നെ നക്ഷലിൽ പറയാം. മാഷിന്റെ ഓർക്കസ്ട്രയ്ക്ക് ചേരുന്നു. സാധാരണ മാഷിന്റെ അവിടെ ഒരു ഗുരുകുലം പോലെയാണ് മാഷിന്റെ റെക്കോർഡിങ് സെഷൻ. ഈ അവിടുത്തെ തെലുങ്ക് തമിഴ് മ്യൂസിഷ്യൻസ് ഒക്കെ അവരുടെ മക്കള് ഏതാണ്ട് വയലിനോ ഗിറ്റാറോ ഒക്കെ പഠിച്ചു വന്ന് ഏതാണ്ടൊക്കെ വായിക്കാറാകുമ്പോൾ മാഷിന്റെ അവിടെ കൊണ്ട് ചേർത്തും, പ്രൊബേഷണറി പോലെ. ഒരു കൊല്ലത്തേക്ക് ഇവർക്ക് ശമ്പളമില്ല. ഒരു കൊല്ലത്തേക്ക് 6 രൂപ കിട്ടും. അത് ഇതാണ് എന്താണെന്ന് പറയാം, ടി എ. അത് മാത്രമേ കൊടുക്കുള്ളൂ, ശമ്പളം കൊടുക്കില്ല. അവൻ നന്നായിട്ട് വായിച്ചാലും കൊടുക്കില്ല. ഒരു കൊല്ലം അങ്ങനെ അപ്രന്റീസായിട്ട് നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ജോൺസണും ഞാനൊക്കെ. ഞങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് പേയ്മെന്റ് ഉണ്ട്. അത് അവരിൽ നിന്ന് നിങ്ങളെ മാറ്റി അത് ഞങ്ങൾക്ക് തരുന്നതിന്റെ കാരണം, ഞങ്ങൾ മാഷ്ട ക്ഷണം അനുസരിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന്, ഞങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടില്ല, തന്നെ വന്ന് താമസിക്കല്ലേ, അപ്പൊ ഇവർക്ക് ജീവിക്കണ്ടേ. അത് മാഷ്ക്കറിയാം. മാഷ്ടെ ആ ഒരു വലിയ മനസ്സാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ അത് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം തൊട്ട് പേയ്മെന്റ് ഉണ്ട്. ആകപ്പാടെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ, അന്ന് വയലിന് ഒരു കോൾ ഷീറ്റ് 40 രൂപയാണ്. ഒരു കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് കാലത്ത് തൊട്ട് 7 മണി തൊട്ട് 1 മണി വരെ, 2 മണി തൊട്ട് 9 മണി വരെ. ചിലപ്പോൾ ഇത് കാലത്ത് 9 മണി തൊട്ട് 9 മണി വരെ. അത് 1.5 കോൾ ഷീറ്റ്. അപ്പോൾ ഈ ഒരു കോൾ ഷീറ്റിന് 40 രൂപയാണ് അവിടുത്തെ സീനിയർ വയലിനിസ്റ്റുമാർക്ക് എടുക്കുന്നത്. അതിലൊരു 10 രൂപ കുറഞ്ഞ് 30 രൂപ എനിക്ക് തന്നു. പിന്നെ അത് കയറി പിന്നെ അത് വേറെ. അപ്പം അന്ന് ആരംഭിച്ചതാണത്. ആ ഒരു നമ്മുടെ പ്രൊഫഷൻ അവിടെ നിന്ന് ആരംഭിച്ചു. അക്കൂട്ടത്തിൽ ആ നേരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭരതേട്ടൻ്റെ പടങ്ങൾക്ക് ഭരതേട്ടൻ വരുന്നു. തൃശ്ശൂർക്കാരനായി എന്നെ കണ്ടപ്പോൾ ഉള്ള ഒരു പ്രത്യേക, എന്നെയും ജോൺസണോടുള്ള ഒരു അടുപ്പം എൻ്റെ അടുത്ത് വരുന്നു, സംസാരിക്കും. ഞാൻ വയലിൻ വായിക്കുന്നു, നോക്കി കാണും. ഞാൻ എപ്പോൾ നോക്കിയാലും വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളുടെ ഹാള്, തിയേറ്റർ ഉണ്ട്, അതിൻ്റെ അകത്തല്ല. ഞാൻ പുറത്ത് വന്നിട്ട് അവിടെ AVMലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മറ്റേ ആര്യവേപ്പിൻ്റെ മരങ്ങളാണ്.
അതിൻ്റെ നിഴലിൽ താഴെ നിന്നിട്ട് അത് ഭയങ്കര ഹെൽത്തി ആണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത്. ഉം. എനിക്കതൊന്നും അറിയില്ല. ഞാൻ നിഴലിന് വേണ്ടിയാണ് താഴെ നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും വായിൽ വായിച്ചുകൊണ്ടിരിക്കും. ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന, ദൂരത്തിൽ നിന്ന് കണ്ടു നിൽക്കുന്ന ഒരു ഭരതേട്ടനുണ്ട്. ഓക്കെ. ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം പക്ഷെ എന്നെ കണ്ടു. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ. അദ്ദേഹം ഒരു പടം എടുത്തു. അദ്ദേഹത്തിന് ഫിഡ്ലർ ഓൺ ദ റൂഫ് എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ഒരു ശൈലിയിൽ, ഉം. അതിന്റെ ഒരു പടത്തിന്റെ കഥ ഇതൊന്നുമില്ല, ആ ഒരു പാറ്റേൺ. അങ്ങനെ ഭരതേട്ടൻ എന്നെ വിളിക്കുന്നു. അതേ ഇയാള് നീ ആ ഇതിന്റെ റീ റെക്കോർഡിങ് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് റീ റെക്കോർഡിങ് എന്നൊന്നും അറിയില്ല. ഞാൻ ഈ വയലിൻ വായിച്ച് നടക്കണമെന്നല്ലാണ്ട് വിട്ട് റീ റെക്കോർഡിങ് എനിക്കത് അറിയാം. അത് ശരിയാവില്ല, നീ ചെയ്താൽ മതി, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു മാഷോട്, ഭരതേട്ടനോട് പറഞ്ഞു ഞാൻ ജോൺസനെ വിളിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും, 2 തൃശ്ശൂക്കാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോൺസനെ വിളിക്കുന്നു. ജോൺസൺ അതുവരെയ്ക്കും മുമ്പൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പുതിയ പ്രതിഭകൾ, സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞിട്ടൊക്കെ പടത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് ടൈറ്റിൽ മാറ്റാൻ പറ്റില്ലല്ലോ, ടൈറ്റിൽ എഴുതി വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി. ഇനി സാറ് പെട്ടെന്നൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാണേ. നമ്മൾ ഇതില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രണയമുണ്ട്, യാത്രകളുണ്ട്. അപ്പൊ സാർ ഇത് എടുത്തിട്ട് സാറിന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പാട്ട് അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എടുത്തു. ഓ, പ്രണയം. സാറേ അപ്പൊ നമുക്ക് പ്രണയത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? പ്രണയത്തിൽ നിന്ന് തുടങ്ങാം. പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പടമായിരുന്നല്ലോ പ്രണയകാലം. പ്രണയകാലത്തില് ഒരു നല്ല പാട്ടുണ്ട്. ഒരു പുതിയ, ഞാൻ ഒരുപാട് പ്രണയഗാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിന്റെ വരികൾ ഇതേപ്പോൾ ഇവിടുന്ന് ഞാനൊരു ചെറിയ സഹായം അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം. ഓ എന്താ സാറേ, ആ ഫീലും ആ പാടിയ ഒരു ഒത്തിരി സന്തോഷം സാറേ. അപ്പം ഈ പ്രണയത്തിന്റെ ഈ പാട്ട് പാടിയല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ പാട്ടിന്റെ ഒന്ന് കാര്യങ്ങൾ പറയാമോ? ഇത് മറ്റേ ഉദയൻ അനന്തൻ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായകൻ. ഓക്കെ. അപ്പോൾ ഞാനും എൻ്റെ ട്യൂണിന് ആദ്യമായിട്ട് വരികൾ എഴുതുന്ന, എനിക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് ഈ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് റഫീഖ് അഹമ്മദ്. ഞാൻ പുള്ളിനെ കാണുന്നു. പുള്ളി അന്ന് മദ്രാസിലേക്ക് വന്നു. ഞാൻ മദ്രാസിലായിരുന്നു. അപ്പോൾ വരുന്നു. ഇതിൻ്റെ കമ്പോസിങ് വളരെ പാട്ടിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സംവിധായകനാണ് ഉദയൻ. അങ്ങനെ ഞങ്ങൾ ഇതിൽ പല പാട്ടുകളുണ്ട്, പല പാട്ടുകളും കമ്പോസ് ചെയ്തു. അവസാനം ഈ ഒരു പാട്ടാണ് അവസാനം വന്ന് നിൽക്കുന്ന ഈ ഒരു പാട്ടാണ്. അപ്പം ഇതിന് വരികൾ വേണം. ഇത് ഒരു പല ട്യൂണുകൾ നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വരേണ്ടായപ്പോൾ, അതായത് മുഴുവൻ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല നമുക്ക്. കാരണം ടാര 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 അങ്ങനെ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. വരികളുണ്ടെങ്കിലാണ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. എല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ്. വരികളില്ലെങ്കിൽ നമ്മൾ വരികൾ കേട്ടിട്ട് ട്യൂൺ നമ്മളുടെ മനസ്സിലേക്ക് കയറിയതിന് ശേഷം പിന്നെ വരികളില്ലാണ്ട് ട്യൂൺ പാടാം. പക്ഷെ ആദ്യമായിട്ട് വെറുതെ ഒരു ട്യൂൺ പാടി കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല. അപ്പം ഇത് എന്തെങ്കിലും ഒരു ഡമ്മി. അപ്പം ഞാൻ എൻ്റെ ഒരു അസിസ്റ്റൻ്റ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ ഒരു പയ്യനുണ്ട്, വിക്രം എന്ന് പറഞ്ഞിട്ട്. അവൻ തമിഴിൽ എന്തൊക്കെ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അന്ന് ഇത് എത്ര വർഷമായാലോ അറിയാലോ. അങ്ങനെ അവനിരുന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവൻ അത്യാവശ്യം കുറേശ്ശെ തമിഴിൽ കവിതയല്ല പാട്ടുകൾ, വരികളൊക്കെ എഴുതും. അപ്പം ഞാൻ ഈ ട്യൂൺ എഴുതി കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞത് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഋതമൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അവനാണ് അതിൻ്റെ ബേസിക് പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇതാണ് മൂഡ്. അന്നതിന് ശേഷം സംവിധായകനെ വിളിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂർ ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു. വന്നിട്ട് അപ്പം അവനെ വിളിച്ചു, അങ്കിളെ ഇതൊന്ന് കേട്ട് പാരുങ്ക എന്ന് പറഞ്ഞിട്ട് ഹെഡ്ഫോൺ കേട്ട് നോക്കിയപ്പോൾ ഞാൻ മറന്നുപോയി. തമിഴിലെ മനോഹരമായിട്ടുള്ള ലിറിക്സിൽ എഴുതിയ ഒരു ഗാനം.
പിന്നീട് നമ്മൾ മലയാളീകരിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ. പക്ഷെ അന്ന് കമ്പോസിങ്ങിന് വെറുതെ ടാരാരായിക്ക് പകരം ആ പയ്യന് ശരിക്കും അത്ര നന്നായിട്ടൊന്നും പാടില്ല. പക്ഷെ അവന്റെ ശബ്ദത്തില്, അവൻ ചെറിയ പയ്യനാ, അവൻ അന്ന് എനിക്ക് തോന്നുന്നു 17 വയസ്സുണ്ടോ, അവൻ ആ പാട്ട് അവന്റെ കൊച്ചു വരികൾ എഴുതിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ആ ഈണത്തിന് അവൻ വരികളും എഴുതി. ഒരു പ്രണയം തന്നെയാണ്. ആ തമിഴിലുള്ള വരികൾ എഴുതി. ഈ സാധനം കേട്ടപ്പോ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, ഈ തമിഴ് വരി ഇതന്നെ പോരെ ഈ പടത്തിന്, ഒരു സിറ്റുവേഷൻ മാറ്റാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ട് കേൾച്ചു. ഡയറക്ടറും ഭയങ്കര ഇഷ്ടമായി. പിന്നീടാണ് ഇതിന്റെ എഴുത്തിലേക്ക് മാറുന്നത്. അങ്ങനെയാണ്, അതിലാണ് ഈ ഒരു വേനൽപ്പുഴ എന്ന് എഴുതി പോകുന്നത്. കണ്ട വഴിക്ക് ഞാൻ എന്താ പറയാ, നമുക്ക് എന്തോ ഒരു നിധി കിട്ടിയ പോലെയായി. കാരണം അത്രയും മനോഹരമായിട്ടുള്ള വരികൾ, അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തു. നമ്മുടെ മറ്റേ എന്തെന്നാ നടൻ, അയാള് വാട്ട്സ് ഹിസ് നെയിം, അജ്മൽ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ടിലല്ലേ. പുള്ളിയുടെ ആദ്യത്തെ പടവാ. പക്ഷെ എന്ത് പറയാ, ആ ഒരു സോങ്, അപ്പൊ പുള്ളി പറയുന്നത് ആ സോങ് എന്നെ അത്രമാത്രം ഇൻസ്പയർ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റിയെന്നാണ് പുള്ളി പറയുന്നത്. സാറേ, സമയം പോകുന്ന അറിയുന്നില്ലല്ലേ? സമയം പോകുന്നത് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയും സാറേ, സാറിന് കുറെ ആരാധകരും ആരാധികമാരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാറിന്റെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞപ്പം എന്റെ ഫ്രണ്ടും അതിലുപരി ഒരു മ്യൂസിക് ടീച്ചറും കൂടിയായ സെൽബി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ കാണാൻ സാധിച്ചതിൽ, ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ. ഗുഡ്. അപ്പം എന്താണ് യുവർ പ്രൊഫഷണലി? ഞാൻ സിംഗറാണ്, അതിനുപരി ഒരു മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറിന് മുമ്പിൽ വരാൻ സാധിച്ചതിൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഒളിമ്പിൻ അന്തോണിയാദം. ആ മൂവിയിലെ നിലാപ്പൈതല എന്നുള്ള പാട്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം അതിലെ 2 വരികൾ, അത് എൻ്റെ ഒരു സുഹൃത്താണ് ഭദ്രൻ, ഡയറക്ടർ. അദ്ദേഹം അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്കും ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് സോങ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് പാട്ട്. അതൊരു കൊച്ചു പയ്യൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അച്ഛനമ്മയും വേർപിരിഞ്ഞിട്ട് ഇവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചെറുപ്പം മുഴുവൻ ഒരു ഭയങ്കര വികൃതിയായിട്ട്, ഒരു അബ്നോർമലായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര ശല്യമാണ്, ടെററാണ് അവൻ. എന്തൊക്കെയോ ചെയ്യാന്നുള്ളത്. കാരണം അവൻ്റെ ആ ഇതിന്ന് അവന് കുട്ടിക്കാലത്ത് സ്നേഹം അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാതെ എവിടെയൊക്കെ ബോർഡിങ് സ്കൂളിൽ പഠിക്കുക. അവരുടെ കാരണം പാരൻസ് ശരിയല്ല, അങ്ങനെ വളർത്തപ്പെട്ട ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടീനെ ലാല് കയ്യിലെടുക്കുന്നതാണ്, അവനെ ആശ്വസിപ്പിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ. ആരും ഇല്ലാത്ത സമയത്ത് ഒരു തുണയായി വന്നല്ലേ? അത് ലാല് വളരെ ഗംഭീരമായിട്ട് ആ കുട്ടീനെ ചേർത്ത് പിടിച്ച്, ലാലിന്റെ ഫേസിൽ സ്വന്തം കുട്ടീനെ കെട്ടിപ്പിടിച്ച് പാടുന്ന ഒരു ഉപദേശമൊക്കെയാണ് അതിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു സാന്ത്വനത്തിന്റെ. സാറ് 2 വരി ഒന്ന് പാടിക്കോട്ടെ സെൽബി? തീർച്ചയായിട്ടും, 2 പറ്റിക്കും മുഴുവനും പാടിക്കോട്ടെ. എന്റെ സൗണ്ട് ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അത് കുഴപ്പമില്ല സാറേ. ഇതെല്ലാം പാട്ടുകാരും പാടാൻ നേരത്ത് പറയുന്നതാണോ സാറേ? എന്റെ സൗണ്ട് അല്ല, ഇത് അങ്ങനെയല്ല, എനിക്ക് വയ്യായിരുന്നു. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നീലാപ്പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാൻ താന്തമായി. നീലാപ്പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാം താന്ത